We shall now begin a new chapter, Semiconductor Electronics. അപ്പോൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു ബിൽഡ് അപ്പ് എ കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ നമ്പറും ഇലക്ട്രോൺ ഡയറക്ഷനും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഡിവൈസസ് ഇൻ വിച്ച് എ കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. 1948 ട്രാൻസിസ്റ്റർ ഡിസ്കവർ ചെയ്തത്. അതിനു മുമ്പ് വാക്വം ട്യൂബ് ഡിവൈസസ് കോൾഡ് വാൾവ്സ്, അതായത് ഡയോഡ്, ട്രയോഡ്, ടെട്രോഡ്, പെൻറ്റോഡ് തുടങ്ങിയ വാക്വം ട്യൂബ് ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വാക്വം ട്യൂബ് ഡിവൈസസിൽ electrons are supplied by the heated cathode and the flow of electrons in vacuum is obtained by varying the voltage between the different electrodes. അപ്പോൾ ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിൽ ഒരു ഭാഗത്ത് കാത്തോഡ് വിച്ച് ഇസ് ഗിവൺ എ നെഗറ്റീവ് വോൾട്ടേജ്, ദെൻ ദർ വിൽ ബി, ഇപ്പോൾ ഡയോഡ് ആണെങ്കിൽ ദർ വിൽ ബി വൺ മോർ ഇലക്ട്രോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് വോൾട്ടേജ് വിച്ച് ഈസ് കോൾഡ് ദ ആനോഡ്. അപ്പോൾ ഇലക്ട്രോൺസ് സപ്ലൈഡ് ബൈ ദ ഹീറ്റഡ് കാത്തോഡ് ആർ ഫ്ലോയിങ് ടുവേർഡ്സ് ദ ആനോഡ്. അങ്ങനെയുള്ള വാക്വം ട്യൂബ് ഡിവൈസസ് ഓർ വാൾവ്സ് വെർ യൂസ്ഡ് ബിഫോർ ദ ഡിസ്കവറി ഓഫ് ട്രാൻസിസ്റ്റർ. പക്ഷേ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഡെവലപ്പ് ചെയ്തതോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളുടെ സൈസ് വളരെ ചെറുതായി. They became small in size, consume low power, they operate at low voltages, they have very long life and high reliability. അതാണ് മോഡേൺ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക് ഡിവൈസുകൾ. നമുക്കറിയാം ഡയോഡ്, ട്രാൻസിസ്റ്റർ, ദെൻ ദർ ഇസ് ഫൈനലി ദർ ഈസ് ദ IC ചിപ്പ് അല്ലേ. അപ്പോൾ ആ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഫീൽഡിലെ ഡെവലപ്മെൻറ്റോടുകൂടി മിനിയേച്ചറൈസേഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. വളരെ ചെറിയ സൈസിലുള്ള ഡിവൈസസ് അവൈലബിൾ ആവാൻ തുടങ്ങി. ദേ ഹാവ് വെരി സ്മോൾ സൈസ്, ഓൾസോ ദേ റിക്വയർ വെരി ലോ വോൾട്ടേജസ് ആൻഡ് ലോ പവർ ടു ഓപ്പറേറ്റ്. പിന്നെ ലോങ് ലൈഫും ഉണ്ട്, ഹൈ റിലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. അപ്പോൾ മെറ്റീരിയൽസിനെ നമുക്കറിയാം മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ബേസ്ഡ് ഓൺ ദിയർ കണ്ടക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളത് മെറ്റൽസ്. പിന്നെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. ദെയർ റെസിസ്റ്റിവിറ്റി ഈസ് ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇനി സെമി കണ്ടക്ടേഴ്സിൽ തന്നെ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്, സിലിക്കൺ ആൻഡ് ജെർമേനിയം. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14, ജെർമേനിയം 32. അപ്പോൾ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഇതാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. പിന്നെ ദർ ആർ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ഇനോർഗാനിക് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ, കാഡ്മിയം സൾഫൈഡ്, ഗാലിയം ആർസിനൈഡ്. ഓർഗാനിക്കിന് ആന്ത്രാസിൻ, ഡോപ്ഡ് താലോസയാനിൻ. പിന്നെ ഓർഗാനിക് പോളിമേഴ്സ് ആർ ദർ, പോളിപൈറോൾ ആൻഡ് പോളി അനിൽ. അത് ജസ്റ്റ് ഈ എലമെൻ്റൽ സെമി കണ്ടക്ടർ സിലിക്കൺ ആൻഡ് ജെർമേനിയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഷാൽ നൗ ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ചാപ്റ്റർ. ദ ഫസ്റ്റ് വൺ ഈസ് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്. അപ്പോൾ ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം there are the electrons around the nucleus in various orbits. There is a nucleus and the electrons are revolving around the orbits. Electrons are revolving around the nucleus in different orbits. അപ്പോൾ in an isolated atom the energy of an electron എന്ന് പറയുന്നത് it depends on the number of the orbit. നമ്മളിപ്പോൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ En ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്, -13.6 ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് എനർജി ഓഫ് ദി nth ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രോജനിക് ആറ്റംസിൽ ഒരു പ്രോട്ടോൺ ന്യൂക്ലിയസിലും ഒരു ഇലക്ട്രോൺ ചുറ്റും ഉള്ള ന്യൂക്ലിയസ് ആറ്റത്തിൽ ഇതാണ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. അപ്പോൾ n ഈക്വൽ ടു ഫസ്റ്റ് ഓർബിറ്റിൽ -13.6, പിന്നെ n ഈക്വൽ ടു 2 ആവുമ്പോൾ ആ n ഈക്വൽ ടു 2 ഓർബിറ്റിലുള്ളതിന് എല്ലാത്തിനും -13.6 ബൈ 2² ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ അപ്പോൾ -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും ഒരേ എനർജി, സെക്കൻഡ് ഓർബിറ്റിൽ
ഫസ്റ്റ് ഓർബിറ്റിലുള്ളതിന് എല്ലാത്തിനും -13.6. ഇനി സെക്കൻഡ് ഓർബിറ്റിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും -3.4 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ ഒരു ഓർബിറ്റിലെ എല്ലാ ഇലക്ട്രോൺസിനും ഒരേ എനർജിയാണ് ഇൻ ആൻ ഐസൊലേറ്റഡ് ആറ്റം. പക്ഷേ വെൻ ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം എ സോളിഡ്, ഒരു സോളിഡിൽ നമുക്കറിയാം ഈ ഒരു ആറ്റം മാത്രമല്ല, ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് സച്ച് ആറ്റംസ്. ഇതിൻ്റെ ചുറ്റും അങ്ങനെ ദർ ആർ സോ മെനി ആറ്റംസ്. അപ്പോൾ ഈച്ച് ആറ്റം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി നൈബർഹുഡ് ഓഫ് അതർ ആറ്റംസ്. അപ്പോൾ ഇതിലെ ഓരോ ഇലക്ട്രോണും ഇറ്റ് ഈസ് ഇൻ്ററാക്റ്റിംഗ് വിത്ത് ദി ഇലക്ട്രോൺസ് ഓഫ് ദി അതർ ആറ്റംസ്. ഡ്യൂ ടു ദാറ്റ് ഇൻ്ററാക്ഷൻ ദി എനർജി ലെവൽ ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു ഓർബിറ്റിലെ പല ഇലക്ട്രോണിന് തന്നെ പല എനർജി ലെവൽസ് വരും. അപ്പോൾ ഒരു ആറ്റം ഒറ്റയ്ക്കാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ നമ്പർ അനുസരിച്ച് ആ ഓർബിറ്റിലുള്ള എല്ലാ ഇലക്ട്രോണിനും ഒരേ എനർജി ആയിരിക്കും. പക്ഷേ വെൻ ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം എ സോളിഡ്, ഈച്ച് ഇലക്ട്രോൺ ഈസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് many other atoms and each electron is interacting with the electrons of other atoms. So the energy level of each electron is different. Each electron will have a different energy level. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലെ ഓരോ ഇലക്ട്രോണിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് we call that as an energy band. എനർജി ലെവൽ എന്ന് പറയുന്നതിന് പകരം വി കോൾ ഇറ്റ് ആസ് ദ എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ഓൾ ദി ഇലക്ട്രോൺസ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് വിച്ച് വേരി കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനെ നമ്മൾ വാലൻസ് ഓർബിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ വാലൻസ് ഇലക്ട്രോൺസിനും ഒരേ എനർജി അല്ല. വാലൻസ് ഇലക്ട്രോൺസ് വിൽ ഹാവ് എ റേഞ്ച് ഓഫ് എനർജീസ്. ചെറിയ ചെറിയ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനർജി ബാൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ദ എനർജി ലെവൽസ് ഓഫ് ഓൾ ദി വാലൻസ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് വാലൻസ് ബാൻഡ്. ഇനി ദർ ആർ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറവാണ്, ദേ ആർ ഫ്രീ ടു മൂവ് ഇൻ ദ ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ദ എനർജി ബാൻഡ് ഓക്യുപ്പൈഡ് ബൈ ദി കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. So inside a crystal each electron has a unique position and no two electrons will have the same surroundings. അല്ലേ, ഓരോ ഇലക്ട്രോണും ഡിഫറെൻറ്റ് സറൗണ്ടിങ്സ് ആണ്. ഓരോ ഇലക്ട്രോണും വിൽ ഇൻ്ററാക്ട് വിത്ത് ദി ഇലക്ട്രോൺസ് ഓഫ് ദ നൈബറിംഗ് ആറ്റം ആൻഡ് ദെയർ എനർജി ലെവൽസ്, ദി എനർജി ലെവൽ ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഈസ് ഡിഫറെൻറ്റ്. The different energy levels with continuous energy variation will form an energy band. The energy band which includes the energy levels of the valence electrons is called valence band and the energy level of the conduction electron is called conduction band. Based on the now there is an energy gap between the valence band and the conduction band. That energy gap is called forbidden energy gap. Forbidden energy gap. The energy difference between the bottom of the conduction band, ഇപ്പോൾ ഏറ്റവും മുകളിലാണ് കണ്ടക്ഷൻ ബാൻഡ്, താഴെ there is a valence band and the energy difference between the bottom of the conduction band, അപ്പോൾ ഇതാണ് bottom of the conduction band and the top of the valence band. This energy difference is called the forbidden energy gap.